എല്ലാ രക്ഷിതാക്കൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും ഇൻഡോ ലേണിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സസ്നേഹം സ്വാഗതം. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ ബാക്ക് ടു ഗ്രീൻ എന്ന ലെസണിലൂടെയാണ് കടന്നു പോകുന്നത്. കൂട്ടുകാർ തയ്യാറായല്ലോ? യെസ്, നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഓക്കെ ഡിയേഴ്സ്, വാട്ട് ക്യാൻ യു സീ ഇൻ ദിസ് പിക്ചർ? കൂട്ടുകാർ, എന്തെല്ലാമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? യെസ്, നമുക്ക് ആദ്യം എന്ത് കാണാം? ഗ്രീൻ ട്രീസ് കാണാം, പച്ച മരങ്ങൾ കാണാം. പിന്നീട് എന്താണ് കാണുന്നത് കൂട്ടുകാരെ? യെസ്, എ പാരറ്റ്, ഒരു തത്തയെയും കാണാം. നമ്മുടെ ലെസന്റെ പേരെന്താണ് കൂട്ടുകാരെ? ബാക്ക് ടു ഗ്രീൻ. എന്താണ് ഇതിനർത്ഥം? ബാക്ക് എന്നാൽ തിരിച്ചു വരിക എന്നാണ് അർത്ഥം. ഗ്രീൻ എന്നാൽ പച്ച. ബാക്ക് ടു ഗ്രീൻ എന്നാൽ പച്ചയിലേക്ക് തിരിച്ചു വരിക എന്നാണ് അർത്ഥം. പച്ചയിലേക്ക് തിരിച്ചു വരിക എന്നത് എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? നമുക്ക് പാഠഭാഗത്തിലൂടെ പോകുമ്പോൾ അത് വ്യക്തമാകും. ഇപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. പോളി ഈസ് വെയിറ്റിംഗ്. വെയിറ്റ് എന്നാൽ കാത്തിരിക്കുക. പോളി ഈസ് വെയിറ്റിംഗ്. പോളി കാത്തിരിക്കുകയാണ്. ഫോർ വേണ്ടി. ഹെയർ അവളുടെ ചിക്സ്. ചിക്സ് എന്നാൽ പക്ഷിക്കുഞ്ഞുങ്ങൾ എന്നാണ് അർത്ഥം. ഇവിടെ തത്തയുടെ കുഞ്ഞുങ്ങൾ. തത്തക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൾ കാത്തിരിക്കുകയാണ്. അമ്മ തത്ത എന്താണ് കൂട്ടുകാരെ ഇവിടെ ചെയ്യുന്നത്? കൂട്ടുകാർക്കറിയാം, ഇവിടെ 3 മുട്ട കാണാം. അപ്പോൾ അമ്മ തത്ത അടയിരിക്കുകയാണ്. ഈ അമ്മ തത്ത എന്തോ ചിന്തിച്ചിരിക്കുകയാണല്ലോ. എന്തായിരിക്കും കൂട്ടുകാരെ അത്? നമുക്ക് നോക്കാം. എന്താണ് ചിന്തിച്ചിരുന്നത്? വെൻ, എപ്പോൾ, വിൽ മൈ ചിക്സ് കം ഔട്ട്. കം ഔട്ട് എന്നാൽ പുറത്തേക്ക് വരിക. വിൽ കം ഔട്ട് എന്നാൽ പുറത്തേക്ക് വരും. വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്? എന്റെ കുഞ്ഞുങ്ങൾ എപ്പോൾ പുറത്തേക്ക് വരും? അതാണ് അവൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. വേർ, എവിടെ, ആരാണ് പോളീസ്, പോളിയുടെ ഫ്രണ്ട്സ്? എവിടെയാണ് പോളിയുടെ ഫ്രണ്ട്സ്? നമുക്ക് ആദ്യം പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് നോക്കി വരാം. ഇവരാണ് പോളിയുടെ ഫ്രണ്ട്സ്. ആരൊക്കെയാണത്? ഫസ്റ്റ്, an എലിഫന്റ്, ഒരു ആനയുണ്ട്. പിന്നീട് എ ഡക്ക്, ഒരു താറാവുണ്ട്. പിന്നീട് എ റാബിറ്റ്, ഒരു മുയലും ഉണ്ട്. നോക്കൂ, ഇവരെല്ലാമാണ് പോളിയുടെ സുഹൃത്തുക്കൾ. നോക്കൂ, ഇവിടെ ഇതാ നമ്മുടെ പോളി അവളുടെ കൂട്ടിൽ അടയിരിക്കുന്നു. ഇനി നമുക്ക് ആ ചോദ്യത്തിന് ആൻസർ പറയാം. വേർ ആർ പോളീസ് ഫ്രണ്ട്സ്? പോളീസ് ഫ്രണ്ട്സ് എവിടെയാണുള്ളത്? പോളിക്കടുത്തു തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ പറയാം? പോളീസ് ഫ്രണ്ട്സ് ആർ നിയർ ഹെർ. പോളിയുടെ സുഹൃത്തുക്കൾ അവൾക്കടുത്തുണ്ട്. പോളിയുടെ സുഹൃത്തുക്കൾ എന്തോ പോളിയോട് ചോദിക്കുന്നുണ്ടല്ലോ. ഇതാ എന്താണ് പോളിയോട് ചോദിക്കുന്നത്? പോളി, ആർ ദി ചിക്സ് ഔട്ട്? ചിക്സ് ഇവിടെ തത്തക്കുഞ്ഞുങ്ങൾ എന്നാണ് അർത്ഥം, തത്തക്കുട്ടികൾ. ഔട്ട് പുറത്ത്. ആർ ദി ചിക്സ് ഔട്ട്? തത്തക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നോ? അപ്പൊ അവൾ എന്താണ് ആൻസർ പറയുന്നത്? നോക്കൂ, നോ, ഇല്ല. ഐ ആം വെയിറ്റിംഗ്. ഞാൻ കാത്തിരിക്കുകയാണ്. അല്ലേ? അവൾ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ടല്ലോ നമുക്ക്. വിൽ ഹെർ ഫ്രണ്ട്സ് വെയിറ്റ് ദർ? വെയിറ്റ് എന്നാൽ കാത്തിരിക്കുക. ഹെർ ഫ്രണ്ട്സ് അവളുടെ സുഹൃത്തുക്കൾ. വിൽ ഹെർ ഫ്രണ്ട്സ് വെയിറ്റ്? അവളുടെ സുഹൃത്തുക്കൾ കാത്തിരിക്കുമോ? ദർ അവിടെ, അവിടെ കാത്തിരിക്കുമോ? നമുക്ക് നോക്കാം. നോക്കൂ, ദീസ് ഇവ ആണ് പോളീസ് പോളിയുടെ എക്സ് മുട്ടകൾ.
ഹൗ മെനി എഗ്സ് ആർ ദർ ഹിയർ? ഇവിടെ എത്ര എഗ്സ് ഉണ്ട്? നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3. ഹൗ മെനി? 3. There are 3 eggs here. ഇവിടെ 3 മുട്ടകളുണ്ട്. നോക്കൂ, ഫസ്റ്റ് മുട്ട വിരിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഐ ആം ഔട്ട്. ഞാൻ പുറത്തു വന്നു. ഫസ്റ്റ് മുട്ടയിലുള്ള തത്തക്കുഞ്ഞി പുറത്തു വന്നു. എന്നിട്ട് എന്താണത് പറയുന്നത്? ഐ ആം ഔട്ട്. ഞാൻ പുറത്തു വന്നു. ഇനി എത്ര പേർ കൂടി പുറത്തു വരാനുണ്ട്? 2 പേരുണ്ട്. ഇവിടെ 2 മുട്ടയുണ്ട്. നോക്കൂ, ദ ഫസ്റ്റ് ആദ്യത്തെ ലിറ്റിൽ പാരറ്റ്. ലിറ്റിൽ എന്നാൽ ചെറിയ, പേരറ്റ് തത്ത. ലിറ്റിൽ പാരറ്റ് എന്നാൽ തത്തക്കുട്ടി. കംസ് ഔട്ട് പുറത്തേക്ക് വന്നു. ഫസ്റ്റ് തത്തക്കുട്ടി പുറത്തേക്ക് വന്നു. കൂട്ടുകാർ കണ്ടല്ലോ. നോക്കൂ, ഇപ്പോഴിവിടെ ആരും കൂടി വന്നു? സെക്കൻഡ്, രണ്ടാമത്തെ തത്തക്കുട്ടിയും പുറത്തു വന്നു. അപ്പോൾ നോക്കൂ, ദ സെക്കൻഡ്, രണ്ടാമത്തെ ലിറ്റിൽ പാരറ്റ് തത്തക്കുട്ടി കംസ് ഔട്ട് പുറത്തേക്ക് വന്നു. ഇപ്പോൾ രണ്ടാമത്തെ തത്തക്കുട്ടിയും പുറത്തേക്ക് വന്നു. ഇനി ഒരു തത്തക്കുട്ടി കൂടി മാത്രമേ വരാനുള്ളൂ. നോക്കൂ കൂട്ടുകാരെ, മൂന്നാമത്തെ തത്തക്കുട്ടിയും പുറത്തു വന്നു. നോക്കൂ, അതെന്താണ് പറയുന്നത്? ഐ ആം ഔട്ട് ടു. ഞാനും പുറത്തേക്ക് വന്നു. മൂന്നാമത്തെ തത്തക്കുഞ്ഞും പുറത്തേക്ക് വന്നു. ഇപ്പോൾ എത്ര തത്തക്കുഞ്ഞായി? 3. 3 തത്തക്കുട്ടികൾ ഉണ്ട്. ദ തേർഡ് ലിറ്റിൽ പാരറ്റ്, മൂന്നാമത്തെ ലിറ്റിൽ പാരറ്റ് തത്തക്കുട്ടി കംസ് ഔട്ട് പുറത്തേക്ക് വന്നു. കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ, 3 തത്തക്കുട്ടികൾ പുറത്തേക്ക് വന്നു. നൗ ഇപ്പോൾ there are ഉണ്ട്. there are എന്നാൽ ഉണ്ട് എന്നാണ് അർത്ഥം. 3 parrots തത്തകളുണ്ട്. ഇപ്പോൾ 3 തത്തകളുണ്ട്. നോക്കൂ, അമ്മത്തത്ത ഇവിടെയുണ്ട്, 3 തത്തക്കുട്ടികളും ഇവിടെയുണ്ട്. 1 ലിറ്റിൽ പാരറ്റ്, ഒരു തത്തക്കുട്ടി കംസ് ഔട്ട് പുറത്തേക്ക് വന്നു. ഫസ്റ്റ് ആദ്യം ഒരു തത്തക്കുട്ടി പുറത്തേക്ക് വന്നു. 3 തത്തക്കുട്ടികളും ഒന്നിച്ചാണോ കൂട്ടുകാരെ പുറത്തേക്ക് വന്നത്? അല്ലല്ലോ, അല്ല. ആദ്യം ഒരു തത്തക്കുട്ടി പുറത്തേക്ക് വന്നു. ദ സെക്കൻഡ്, രണ്ടാമത്തെ ലിറ്റിൽ പാരറ്റ് തത്തക്കുട്ടി കംസ് ഔട്ട് പുറത്തേക്ക് വന്നു. നെക്സ്റ്റ്, അടുത്തതായി രണ്ടാമത്തെ തത്തക്കുട്ടിയും പുറത്തു വന്നു. ദ 3 ലിറ്റിൽ പാരറ്റ്സ് തത്തക്കുട്ടികളും ഓപ്പൺ തുറന്നു. എന്താ തുറന്നത്? അവരുടെ ഐസ്, കണ്ണുകൾ. അല്ലെ, 3 തത്തക്കുട്ടികളും അവരുടെ കണ്ണുകൾ തുറന്നു. നോക്കൂ കൂട്ടുകാരെ, 3 തത്തക്കുട്ടികളും അവരുടെ കണ്ണ് തുറന്നിട്ടുണ്ടല്ലോ. യെസ്, കണ്ണ് തുറന്നിട്ടുണ്ട്. ഇനി നോക്കൂ, ഓരോരുത്തരും അവരവരുടെ പേര് പറയാണ്. അയാം, ഞാനാണ്. ആരാണ്? ജിൽ. നോക്കൂ, ഇത് ജില്ലാണ്. നോക്കൂ, തൊട്ടു താഴെ ആരാണുള്ളത്? അയാം ഡിൽ. ഇതാരാണ്? ഡില്ലാണ്. മൈ നെയിം ഈസ് റിൽ. എന്റെ പേര് റില്ലാണ്. ഇതാ റില്ല് ഇവിടെ നിൽക്കുന്നു. 3 തത്തക്കുഞ്ഞുങ്ങളും അവരവരുടെ പേര് പറഞ്ഞു. അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് നമ്മളൊരു കാര്യം പഠിച്ചു. നമ്മുടെ പേര് നമുക്ക് 2 രീതിയിൽ പറയാം. അയാം എന്ന് പറഞ്ഞ് പേര് പറയാം, മൈ നെയിം ഈസ് എന്ന് പറഞ്ഞ് പേര് പറയാം. ഓക്കെ ഡിയേഴ്സ്, നോക്കൂ, ജിൽ ഹാസ്, ജില്ലിനുണ്ട് ഒരു ബിഗ്, വലിയ ബീക്ക്. ബീക്ക് എന്നാൽ കൊക്ക് എന്നാണ് അർത്ഥം. ജില്ലിന് വലിയ ഒരു കൊക്കുണ്ട്. കറക്റ്റ് അല്ലേ കൂട്ടുകാരെ? നോക്കൂ, ജില്ലിന് വലിയ കൊക്കുണ്ട്. അപ്പൊ വലിയ കൊക്കുള്ളത് ആരാണ്? ജില്ലാണ്. നോക്കൂ, ഡിൽ ഹാസ്, ഡില്ലിന് ഹാസ് ഉണ്ട് ലോങ്, നീണ്ട ലെഗ്സ്, കാലുകൾ. ഡില്ലിന് നീണ്ട കാലുകളാണ് ഉള്ളത്. നോക്കൂ കൂട്ടുകാരെ, ഡില്ലിന് നീണ്ട കാലുകളുണ്ട്. അപ്പോൾ നീണ്ട കാലുകളുള്ള തത്തക്കുട്ടിയുടെ പേരെന്തായിരുന്നു? ഡില്ല്. ഇനി നോക്കൂ, റിൽ ഹാസ്, റില്ലിനുണ്ട്
എ ഒരു റെഡ് ചുവന്ന റിംഗ് വളയം. റില്ലിന് ചുവന്ന ഒരു വളയമുണ്ട്. നോക്കൂ, റില്ലിന്റെ കഴുത്തിൽ ചുവന്ന വളയം കണ്ടില്ലേ കൂട്ടുകാർ? അപ്പൊ ചുവന്ന വളയമുള്ളത് ആരായിരുന്നു? റില്ലാണ്. നോക്കൂ, 1 2 3, 1 2 3. ഒന്നാരാണ്? ജിൽ. രണ്ടാരാണ്? ഡിൽ. ആൻഡ് കൂടാതെ 3 ആരാണ്? റിൽ. ഫ്ലൈ ആൻഡ് ഫ്ലൈ. ഇവരെന്താ ചെയ്യുന്നത്? ഫ്ലൈ, പറക്കുക. ഫ്ലൈ ആൻഡ് ഫ്ലൈ എന്നാൽ എന്താണ്? പറന്നു പറന്നു കളിക്കുകയാണ്. എവിടെയാണ് കളിക്കുന്നത്? അപ്പ് ഇൻ ദ സ്കൈ. ഇൻ ദ സ്കൈ എന്നാൽ ആകാശത്തിൽ. അപ്പ് ഇൻ ദ സ്കൈ എന്നാൽ ആകാശത്തിൽ മുകളിൽ, അല്ലേ? ആകാശത്തിൽ മുകളിലാണ് അവ പറന്നു പറന്നു കളിക്കുന്നത്, അല്ലേ? തത്തക്കുഞ്ഞുങ്ങളും പക്ഷിക്കുഞ്ഞുങ്ങളും ഒക്കെ ആകാശത്തിലൂടെ പറന്ന് പറന്ന് കളിക്കുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ കൂട്ടുകാരെ. നമുക്ക് നോക്കാം. ജിൽ, ഡിൽ ആൻഡ് റിൽ. ജില്ലും ഡില്ലും റില്ലും പ്ലേ കളിക്കുന്നു. എറൗണ്ട് ചുറ്റും കളിക്കുകയാണവർ, അല്ലേ? അപ്പോൾ നമ്മുടെ റില്ല് ആരായിരുന്നു? കഴുത്തിൽ വളയമുള്ള റില്ല് ഫ്ലൈസ് പറക്കുന്നു. എവേ അകലേക്ക്. ഫ്ലൈസ് എവേ എന്നാൽ എന്താണ്? ദൂരേക്ക് പറന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ റില്ല് മാത്രം ദൂരേക്ക് പറന്നു പോകുകയാണ്. നോക്കൂ, വിൽ റിൽ കംബാക്ക്. കംബാക്ക് എന്നാൽ തിരിച്ചു വരിക. വിൽ കംബാക്ക് എന്നാൽ തിരിച്ചു വരുമോ? ആര്? റിൽ. റിൽ തിരിച്ചു വരുമോ? നമുക്ക് നോക്കാം. നോക്കൂ കൂട്ടുകാരെ, ഇവിടെ റില്ല് ഒരു ശബ്ദം ഉണ്ടാക്കുന്നു. എന്താണ് ശബ്ദം? ഔച്ച്. ഔച്ച് എന്ന്. ഔച്ച് എന്നൊരു ശബ്ദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് പഠിച്ചത്? ഹോങ് ഹോങ് ടു ടു എന്ന ലെസണിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഔച്ച് എന്നാൽ അയ്യോ എന്നാണ് അർത്ഥം, അല്ലേ? നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നമുക്കെന്തെങ്കിലും ദുഃഖമുണ്ടാകുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു ശബ്ദമാണ് ഔച്ച്. അയ്യോ ആരാണ് പറഞ്ഞത്? നമ്മുടെ റില്ലാണ് അയ്യോ എന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നോക്കൂ കൂട്ടുകാരെ, റിൽ ഫാൾസ് വീഴുന്നു. എവിടെ വീഴുന്നത്? ഇൻടു എ ടിൻ. ഒരു ടിന്നിലേക്ക് വീഴുന്നു. റില്ല് ഒരു ടിന്നിലേക്ക് വീഴുന്നു. റില്ലിപ്പോൾ എവിടെയാണുള്ളത്? ഇതൊരു ടിന്നാണ്. ടിന്നിനുള്ളിലേക്ക് വീഴുന്നു. ദെറീസ് ഉണ്ട്. റെഡ് പെയിന്റ്, ചുവന്ന പെയിന്റ്. ഇന്നിറ്റ് അതിലെന്താണ് കൂട്ടുകാരെ ഉള്ളത്? ചുവന്ന പെയിന്റ്. അപ്പൊ ചുവന്ന പെയിന്റിൽ വീണാൽ എന്ത് സംഭവിക്കും നമ്മുടെ കൊച്ചു റില്ലിന്? അവന്റെ നിറമാകെ മാറും. നമുക്ക് നോക്കാം. കേൻ കഴിയുമോ? റില്ലിന് കഴിയുമോ കം ഔട്ട് പുറത്തു വരാൻ? ഓഫ് ദി ടിൻ. ടിന്നിൽ നിന്നും റില്ലിന് പുറത്തു വരാൻ കഴിയുമോ? നമുക്ക് നോക്കാം കൂട്ടുകാരെ. കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ ഇവിടെ. യെസ്, റില്ല് പുറത്തേക്ക് വന്നു. നോക്കൂ, റിൽ വോസ് ആയിരുന്നു. ഇപ്പോഴല്ല, ആയിരുന്നു. എന്തായിരുന്നു? ഗ്രീൻ. റില്ല് പച്ചയായിരുന്നു. കൂട്ടുകാർക്ക് അറിയാമല്ലോ, റില്ലിന്റെ കളറ് എന്തായിരുന്നു? പച്ചയായിരുന്നു. എന്നാൽ ഇപ്പോഴോ? നൗ. ഇപ്പോൾ ഹി ഈസ് റെഡ്. അവൻ ചുവപ്പ് കളറാകുന്നു, അല്ലേ? എന്താണ് കൂട്ടുകാരെ ചുവപ്പ് കളറാകാൻ കാരണം? റില്ല് ചുവന്ന പെയിന്റിൽ വീണിരിക്കുന്നു. അതുകൊണ്ടാണ് റില്ല് ചുവപ്പായത്. എന്നാൽ റില്ലിന്റെ യഥാർത്ഥ കളർ ചുവപ്പാണോ? അല്ലേ അല്ല, പച്ചക്കളർ തന്നെയാണ്. നോക്കൂ, ഹീ വോക്സ്. അവൻ നടക്കുന്നു. എവിടത്തേക്കാണ് നടക്കുന്നത്? ഹോം, വീട്ടിലേക്ക്. അവൻ വീട്ടിലേക്ക് നടക്കുന്നു, അഥവാ അവൻ വീട്ടിലേക്ക് പോകുന്നു. നോക്കൂ, വാട്ട് എന്ത്? വിൽ ജിൽ ആൻഡ് ഡിൽ സേ. സേ പറയുക. വിൽ സേ എന്നാൽ പറയും. അപ്പൊ എന്താണ് ജില്ലും ഡില്ലും പറയുക? ആരാണ് ജില്ലും ഡില്ലും? റില്ലിന്റെ സഹോദരന്മാരാണ്.
നമുക്ക് നോക്കാം അവരെന്താണ് പറയുക എന്ന്. റിൽ കംസ് ബാക്ക്, റില്ല് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ആരുടെ അടുത്തേക്കാണ് വന്നത്? ജില്ലിന്റെയും ഡില്ലിന്റെയും അടുത്തേക്ക് വന്നു. എന്നിട്ട് വന്നപ്പോൾ ഡില്ല് എന്താണ് ചോദിച്ചത്? നമുക്കറിയാമല്ലോ, വലിയ കൊക്കുള്ളവനാണ് ഡില്ല്. അപ്പോൾ ഇതാരാണ്? ഡില്ലാണ്. ഡില്ല് എന്താ ചോദിച്ചത്? ഹൂ ആർ യു, നീ ആരാണ്? റില്ല് എന്താണ് പറയുന്നത് നോക്കൂ. അയാം, അല്ലെ? റില്ല് പറയുന്നതാണിത്. എന്താ പറയുന്നത്? അയാം റിൽ, ഞാൻ റില്ലാണ്, ഞാൻ നിങ്ങളുടെ റില്ലാണ്. എന്നാൽ അവർ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. കാരണം എന്താണ് കൂട്ടുകാരെ? റില്ലിനിപ്പോൾ ചുവന്ന കളറാണ്. അപ്പോൾ നോക്കൂ, ഇതാരാണ് കൂട്ടുകാരെ? നീണ്ട കാലുള്ളത് ആരായിരുന്നു? ഡിൽ. അയാം റിൽ എന്ന് റില്ല് പറഞ്ഞപ്പോൾ എന്താണ് നമ്മുടെ ഡില്ല് പറയുന്നത്? നോ, അല്ല, റിൽ ഈസ് ഗ്രീൻ. റിൽ എന്താണ്? പച്ച കളറുള്ളതാണ്. റില്ല് പച്ചയാണ്, പച്ച കളറുള്ളതാണ് റില്ല്, അല്ലേ? അപ്പൊ നീ റില്ലേ അല്ല എന്ന് പറയുന്നു. വാട്ട് എന്ത്? വിൽ ഡു ചെയ്യുക, വിൽ ഡു ചെയ്യും. എന്ത് ചെയ്യും? റിൽ നൗ ഇപ്പോൾ. ഇപ്പോൾ റില്ലിന് എന്താണ് ചെയ്യുക? നീ റിൽ അല്ല എന്ന് പറഞ്ഞാൽ ഇനി റിൽ എന്ത് ചെയ്യും കൂട്ടുകാരെ? നോക്കൂ, റിൽ ഈസ് സാഡ്. സാഡ് എന്നാൽ അർത്ഥം എന്താണ്? ദുഃഖിതനായ എന്നാണ് അർത്ഥം. റില്ലി സാഡ്, റില്ല് ദുഃഖിതനായിരിക്കുന്നു. നോക്കൂ കൂട്ടുകാരെ, റില്ല് കരയുന്നത് കണ്ടില്ലേ? എന്തുകൊണ്ടാണ് കരയുന്നത്? ദുഃഖം കൊണ്ടാണ്, സങ്കടം കൊണ്ടാണ്. നോക്കൂ, ഹീ അവൻ വോക്സ് നടക്കുന്നു, എവേ ദൂരേക്ക്, തന്റെ സഹോദരന്മാരുടെ അടുത്തു നിന്നും റില്ല് ദൂരേക്ക് നടന്നു പോവുകയാണ്. വേറെവിടെ? ഗോ പോവുക, വിൽ ഗോ പോകും. എവിടെ പോകും? റിൽ, റിൽ എവിടെ പോകും അവിടുന്ന്? നമുക്ക് നോക്കാം കൂട്ടുകാരെ. അപ്പോഴാണ് അവിടെ ഒരു കാര്യം നടന്നത്. എന്താണ്? ഇറ്റ് ഈസ് റെയിനിങ്, അല്ലേ? മഴ പെയ്യുകയാണ്, നമുക്ക് കൂട്ടിലേക്ക് പോകാം. ആരാണിത് പറഞ്ഞത്? ജില്ലും ഡില്ലും. അപ്പോൾ നമ്മുടെ റില്ല് മഴയത്ത് അവിടെ തന്നെ നിന്നു. നോക്കൂ, മഴയത്ത് നിൽക്കുന്നത് കാണുന്നില്ലേ? ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്യാൻ തുടങ്ങി, അല്ലേ? മഴ പെയ്താൽ എന്ത് സംഭവിക്കും കൂട്ടുകാരെ? മഴത്തുള്ളികൾ നമ്മുടെ റില്ലിന്റെ ശരീരത്തിലേക്ക് വീഴുമല്ലോ. മഴത്തുള്ളികൾ ശരീരത്തിലേക്ക് വീണാൽ എന്താണ് സംഭവിക്കുക? കൂട്ടുകാർക്ക് ഇവിടെ കാണാം, റില്ലിന്റെ ശരീരത്തിലുള്ള ചുവന്ന പെയിന്റ് അല്ലെങ്കിൽ ചുവന്ന കളർ എന്താണ്? മഴയത്ത് ഒലിച്ചു പോയിരിക്കുന്നു. വാട്ട് വിൽ ഹാപ്പൻ? ഹാപ്പൻ എന്നാൽ സംഭവിക്കുക. വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? നൗ ഇപ്പോൾ, അല്ലേ? ഇപ്പോൾ ഇനി എന്താണ് കൂട്ടുകാരെ സംഭവിക്കുക? നമുക്ക് നോക്കാം. റിൽ മൈ ഡിയർ, അമ്മപ്പക്ഷി ഇതാ ഇവിടെ. അമ്മപ്പക്ഷി തന്റെ പ്രിയപ്പെട്ട കുഞ്ഞായ റില്ലിനെ തിരിച്ചറിഞ്ഞു, അല്ലേ? എന്നിട്ട് എന്താ പറയുന്നത്? റിൽ, റില്ല് മൈ ഡിയർ, എന്റെ പ്രിയപ്പെട്ട റിൽ എന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ തൊട്ട് മുമ്പേ റില്ലിന് സാഡാണ് ഉണ്ടായത്, ദുഃഖമാണ് ഉണ്ടായത്. ഇപ്പോൾ റിൽ എന്താണ് പറയുന്നത്? ഹുറാ. ഹുറാ എന്നാൽ നമുക്ക് അത്യധികം സന്തോഷമുണ്ടാകുമ്പോൾ നമ്മുടെ വായിൽ നിന്നും വരുന്ന ശബ്ദമാണ് ഹുറാ. സന്തോഷമുള്ളപ്പോൾ പറയുന്നതാണ്. ഐ ആം ഗ്രീൻ എഗെയിൻ, അല്ലേ? ഐ ആം, ഞാൻ, ഗ്രീൻ പച്ച, എഗെയിൻ വീണ്ടും, ഞാൻ വീണ്ടും പച്ചയായിരിക്കുന്നു, അല്ലേ? അതായത് ഞാൻ വീണ്ടും പച്ച കളറായിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് നൗ റിൽ ഈസ് ഗ്രീൻ, അല്ലേ? ഇപ്പോൾ റിൽ എന്താണ്? പച്ച കളറാണ്. ഓൾ, എല്ലാവരും ആർ ഹാപ്പി, അല്ലേ? എല്ലാവർക്കും സന്തോഷമാകുന്നു. ഇവിടെ നോക്കൂ, ഇവരെല്ലാം സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ്. നമ്മുടെ ലെസന്റെ പേരെന്തായിരുന്നു കൂട്ടുകാരെ? യെസ്, ബാക്ക് ടു ഗ്രീൻ, പച്ചയിലേക്ക് തിരിച്ചു വരിക. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ലെസന്റെ പേര് വന്നിരിക്കുന്നതെന്ന്? റില്ല് വീണ്ടും പച്ച കളറിലേക്ക് വന്നു. ഓക്കെ ഡിയേഴ്സ്,
കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.